എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ രാശിയധിപനായ വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നതും സൂര്യൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതും ധനുക്കൂറുകാർക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹനിലയാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങളും അനുകൂലമല്ലാത്തവർക്കാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നത്. സർക്കാർ ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. വലിയ പദവികളിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. പിതാവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. 16-ാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. വിദ്യാഗ്രഹനായ ബുധൻ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ 22-ാം തീയതി മുതൽ അഷ്ടമരാശിയിൽ വക്രഗതിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ബുധന് തൊഴിൽ സ്ഥാന ആധിപത്യമുള്ളതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്കും ഇത് അത്ര നല്ല സമയമല്ല. ഈ മാസം 3, 4, 5, 31 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.